കൊന്നതാണ്. എന്റെ ഉണ്ണേട്ടനെ കൊന്നതാണ്. എന്റെ ഉണ്ണേട്ടനെ കൊന്നതാണ്. കല്യാണമ്പലത്തിലെ പരദൈവങ്ങൾക്കായില്ലല്ലോ രക്ഷിച്ച് പണ്ട് ആമ്പൽമാലയിട്ട ഈ കഴുത്തിലൊരു പൊന്നൂടെ കെട്ടിക്കാൻ. നഷ്ടം എന്റെയും കൂടി ആണെങ്കിലും നീ ചെയ്തത് വലിയ കടുങ്കയായിപ്പോയി മോളെ. ഉണ്ണി പോയി എന്നുള്ള വേദനക്കാളും നിന്റെ ഈ കോലമാണ് എന്റെ ചങ്ക് പൊട്ടിക്കുന്നത്. എന്റെ ഉണ്ണീട്ടിനെ കൊന്നവരോട് പക വീട്ടാൻ വേറെന്താ അമ്മാവ് എനിക്ക് ചെയ്യാൻ കഴിയാ? വീൺവാക്ക് എന്തിനാ മോളെ? വണ്ടി എടുത്തിട്ട് പോകുമ്പോ അങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് വിധിയുടെ മേലല്ലാതെ വേറെ ആരുടെ മേലാ പഴിയാരാൻ പറ്റുക? പ്രാഗി കൊന്നു, കൂടോത്രം ചെയ്ത് കൊന്നു, 4 ആളെടുത്ത് പറഞ്ഞു ഫലിപ്പിക്കാൻ വയ്ക്കുവോ? അങ്ങനെയല്ല അമ്മാവ്, അത് വേറെ എങ്ങനെയാന്ന് എനിക്ക് പറയാനും അറിയില്ല. എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളില് അങ്ങുള്ളിൽ എവിടെ ഇരുന്നിട്ട് ചിലപ്പോ ഉണ്ണേട്ടൻ തന്നെയാ തോന്നുന്നുണ്ട് പറയണത് കൊന്നതാണ് കൊന്നതാണെന്ന്. കരേണ്ട അടുത്ത് കരയണ്ട. അതല്ല ഈ വൈറ്റ് ആണോ? നെക്സ്റ്റ് അതല്ല. സുഗതൻ എടാ ഓസി തോമാച്ച ഓസി തോമാച്ച പഠിക്കുന്ന കാലത്ത് 3 കൊല്ലം ഒന്ന് കരഞ്ഞാ മറ്റതും കരയും, ഒന്നിന് പനിച്ചാ മറ്റേനും പനിക്കും. ശരിക്കും ടിൻസിനെ പോലായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോ തെന്നി തെന്നി രണ്ടും വെവ്വേറെ വഴിക്ക് പോയി എന്നുള്ള സത്യം. ഓസിന്റെ ആശാനായിരുന്നു അപ്പോഴെല്ലാം, സോപ്പ് മുതൽ കഞ്ചാവ് ബീഡി വരെ. എടോ താനേ ഈ ലോങ് പാസ് സീക്രട്സ് ഒക്കെ എതിർപക്ഷത്തിന് കൈമാറിയില്ല എങ്ങനെ? അതെന്താ എതിർപക്ഷം? കർത്താവ് യോജിപ്പിച്ചവര് എന്നല്ലേ പറയാ നിങ്ങൾ ഇതില്? അപ്പോ ഐക്യമുന്നണിയല്ലേ? താനിപ്പോഴും ഏകവചനം? അസലായിട്ടുണ്ട്. ആരാ പ്രിപ്പറേഷൻ ഒക്കെ? സെൽഫ്? അതെ അതെ അതെ. എടാ സുഗത, വെറുതെ ഡമ്പടിക്കുക. ഒക്കെ ത്രേസ്യാമ്മയുടെ ഏർപ്പാടാ. എവള് വെച്ചാ ഒന്നിന് ഉപ്പുണ്ടേ മുളക് ഉണ്ടാവത്തില്ല, മുളക് ഉണ്ടേ ഉപ്പും ഉണ്ടാവത്തില്ല. സാരമില്ല ആലീസേ, ഇത് എല്ലാ ഭർത്താക്കന്മാരും പറയാറുള്ള സ്ഥിരം നുണയാ. നിന്റെ ദുഃഖാടനത്തിൽ ചേരാൻ ഒരു കല്ല് ഞാനും ഇട്ടു, അത്ര തന്നെ. ശവത്തിൽ കുത്തണ്ട. ഇതുപോലൊരു വലിയ കല്ല് തന്നെയാ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് നാനാവിധാക്കിയത്. അറിയാൻ എനിക്ക് നന്നായി. ഇപ്പൊ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ വരണത്? എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക, ഞാൻ എന്ത് ദ്രോഹം ചെയ്യുന്ന നീ പറയണേ? ഇല്ല, ചെയ്തില്ല. ചെയ്തതെല്ലാം നല്ലത് തന്നെ. അതുകൊണ്ടാണല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ സ്നേഹിച്ചാളുടെ സാന്നിധ്യം ചൂടി നിൽക്കാൻ കഴിയണേ. ഇതാ ഇതില് നന്ദിയുണ്ട്. നന്ദി. പോ. കുറെ അതിൽ കിടക്കണുണ്ട് നിന്റെ ഈ പ്രസംഗം. ഇതൊന്നും എന്റെ വാശി തണുപ്പിക്കുകയല്ല ചെയ്യണത്, കൂട്ടുക. നിന്റെ ഈ സന്യാസി തുണിന്റെ ഉള്ളിൽ നിന്ന് നിന്നെ വലിച്ച് പുറത്തെടുത്ത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ഈ ഭൂലോകത്തില്ലാത്ത സൗന്ദര്യം കണ്ടിട്ടുമല്ല, അതും പറഞ്ഞേക്കാം. ഗോപന് തോൽവി ഇഷ്ടമല്ല, അതുകൊണ്ടാ. അരട്ടടി രമ്പേ.
ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വരുമ്പോഴും നീ ഇവിടെങ്ങാനും ഉണ്ടാവുന്നുള്ള ചിന്ത പോലും വെച്ചിരുന്നില്ല. നിന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് ഒറ്റയ്ക്കല്ല എന്നുള്ള സന്തോഷമായി ഇങ്ങനൊരു വീട് കിട്ടി. ഹോട്ടൽ മുറിക്ക് പൈസ കൊടുത്ത് മുടി കണ്ടു ഒത്തു. ആ വഴിക്കുണ്ടായ ലാഭം ദേ ഈ വഴിക്ക് പോകും. രണ്ടു ദിവസത്തെ പരിചയം കൂടിയായാൽ നമ്മുടെ ശ്രീമതി തന്നെ ഉപദേശിക്കും എന്റെ കൂടെ കമ്പനി കൂടിയാൽ പോക്കാണെന്ന്. Cheers for the past memories. നീ എന്തേ കാണിച്ചേ? ഒക്കെ നശിപ്പിച്ചല്ലോടാ നീ. പാസ്റ്റ് മെമ്മറീസ്. കഴിഞ്ഞതൊക്കെ ഓർക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ തോമച്ച ഞാനിത് കൈകൊണ്ടുകൂടെ തൊടില്ലായിരുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. ആ 3 കൊല്ലം അതിനപ്പുറത്തെ സുഖത്തിനെ നീ അറിയില്ലല്ലോ. അതുകൊണ്ടാ. പ്ലീസ് ഇന്നിനി ഈ രാത്രി മുഴുവൻ നിനക്കറിയാലോ ഞാൻ എന്തുമാത്രം സെൻസിറ്റീവ് ആണെന്ന്, ആ ഒരു കാര്യത്തിൽ എത്രമാത്രം വഷളാണെന്ന്. പ്ലീസ് ലീവ് മീ അലോൺ. It's all right. All right. സ്കൂളിലും പോണില്ല, ആ ക്രിസ്ത്യാനിക്കുട്ടിനെ പഠിപ്പിക്കാനും പോണില്ല എന്ന് കേട്ടു. എനിക്ക് നീ എന്താന്നും നിനക്ക് ഞാനെന്താന്നും പല ആവർത്തി ചൊല്ലിയുറപ്പിച്ച കാര്യങ്ങളാ. ഇനിയൊന്നും ആവർത്തിക്കാതെ വിളിപ്പിച്ച കാര്യം പറയാം. ഒരക്ഷരം ഇങ്ങോട്ട് പറയണ്ട. രണ്ടും നീ മുടക്കരുത്. പോയിക്കൊള്ളൂ. സ്നേഹം കൊണ്ട് ഞാൻ അടിച്ച അടിയെല്ലാം തന്നെയും സന്തോഷമായിട്ട് കൊണ്ടിട്ടേ ഉള്ളൂ. അവള് പോവും കുട്ടുന്നവരെ പഠിപ്പിക്കാൻ. ഹലോ ടീച്ചർ. ഹലോ. എന്താ ടീച്ചർ ഇങ്ങനെ ഒരു വേഷം? ആഴ്ചപ്പതിപ്പുകൾ കെട്ടായിട്ട് വായിച്ചു തെളിയന്റെ കുഴപ്പ ടീച്ചർ ഇതെല്ലാം. ഇക്കാലത്ത് ഇമ്മാതിരി പിത്തലാട്ടല്ല നമ്മൾ നേരായിട്ട് കാട്ടിയാൽ ആരും വിശ്വസിക്കാൻ പോണില്ല. പിന്നെ എന്തിനാത്? വലിച്ചു കള ടീച്ചറെ ഈ പുണ്യാളത്തി വേഷം. എന്റെ കെട്ടിയൻ പെട്ടെന്ന് അങ്ങ് ചത്തുവാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം. ഞാൻ അടുത്ത ആഴ്ചയിൽ തന്നെ രണ്ടാമത്തേന് ക്ഷണക്ക തടിപ്പിക്കും. അത് ടീച്ചർ ഇതുവരെയും കല്യാണം കഴിക്കാത്തോണ്ട് പറയുക. ഒന്നുമല്ല, ഞാൻ എപ്പോഴും ഇത് തന്നെ പറയും. ഇരിക്കട്ടടി അങ്ങനെ ഒരു ഫാഷൻ. വെയിറ്റ് ആൻഡ് വെയിറ്റ്. എനിക്കതൊന്നല്ല പേടി. ഇക്കണക്കിന് ഇനി ടീച്ചർ പിള്ളേർക്ക് സാരികമ പതിനീന്ന് പാടിക്കൊടുക്കുന്നതിന് പകരം സാരി വെള്ളം മതിയെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഗഗ പാപ ധ പ സ സ ഗഗ പാപ ധ പ സ സ രി സ ധ ധ പ ധ പ ഗ ഗ രി രി സ ധ ധ പ ധ പ ഗ ഗ രി. അമ്മാവനെ അനുസരിക്കാണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാ ഇതെല്ലാം കാണുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാന്ന് വെച്ചാ മനുഷ്യർക്കതൊരു രസാന്ന് തോന്നുന്നു. രി സ ധ പ
രി മാ പ ദ മാ പ രി മാ പ ദ മാ പ ദ പ മാ ഗ രി സ ദ പ മാ ഗ രി സ. നമ്മുടെ നാട്ടിൽ നട്ടു വളർത്തുന്ന ഒരു ഫലവൃക്ഷമാണ്. കോപ്പി എടുത്ത് പഠിപ്പിക്കുന്നുണ്ടോ? മമ്മി മമ്മി ടീച്ചറോട് ഒരു പാട്ട് പാടാൻ പറയും മമ്മി. അതിനെന്തിനാ എന്റെ വക്കാലത്ത്? നിന്റെ ടീച്ചറല്ലേ, നീ തന്നെ പറ. ടീച്ചർ ഒരു പാട്ട് പാടോ? അയ്യോ ഇന്ന് വേണ്ട ചേച്ചി, ആകെ ഒച്ച അടച്ച് വല്ലാണ്ടിരിക്കുക. അതിനെന്താ, ഇവള് ഞാനും അല്ലേ ഓഡിയൻസ്. പാടു ടീച്ചർ. പാട്. മറക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഓടിയത്. ഇക്കണ്ട ഓട്ടം എല്ലാം ഓടിയത്. നിന്റെ ഓർമ്മകൾ ചുറ്റിക്കളിക്കുന്ന നാടും വീടും എല്ലാം വിട്ട് ഞാൻ ഓടിയത്. എന്നിട്ട് നീ ഇപ്പോഴും എന്റെ കൂടെ തന്നെ. സ്നേഹം കൊണ്ട് തന്നെയാ, അറിയാം എനിക്ക്. ഞാൻ ഒളിക്കാൻ നോക്കുന്നതും തെറ്റ് തന്നെയാ, അതും അറിയാം. എന്നാലും കുറെ കൂടുതൽ തന്നെയാ നീ തരുന്ന ശിക്ഷ. എന്താടോ സുഗത, എന്താ പറ്റിയത് എനിക്ക്? നളിനിയുടെ ഫോട്ടോ തന്റെ ആൽബത്തിൽ എങ്ങനെ വന്നു? കോളേജിലെ നേരം കൊല്ലി പ്രേമങ്ങളെല്ലാം നിനക്കറിയുന്ന കഥ. അതിനുശേഷം നമ്മൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോരാ, ഒന്ന് സെറ്റിലാവണം. അപ്പോ നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കത്തിലും കൂടെ നിൽക്കാൻ ഒരു പെൺതുണ വേണമെന്ന് തോന്നിയപ്പോ ഇവളെയാ ഞാൻ തിരഞ്ഞെടുത്തത്. അവളുടെ സ്നേഹത്തിന്റെ ആഴം കണ്ട് ഞാൻ വീർപ്പുമുട്ടി. ഞാനതിന്റെ രാജാവായി. കിരീടമില്ലാത്ത രാജാവ്. ലാ 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 പാടുവാൻ മറന്നുപോയി സ്വരങ്ങളാമൻ കൂട്ടുകാർ. ഞങ്ങളുടെ അതിര് കടന്ന സ്നേഹം ദൈവങ്ങൾക്ക് കൂടി രസിച്ചില്ലാന്ന് തോന്നുന്നു. കല്യാണത്തിനപ്പോ 2 ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഭാഗത്ത് പന്തൽ പണി, ഇപ്പുറത്ത് പിച്ചള വിളക്കുകൾ തേച്ചു നിൽക്കുന്ന ബാല്യക്കാർക്കരിയിൽ നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ആരോ എന്ന് പറഞ്ഞത്, അമ്പലവളപ്പിൽ ചിത്രോടക്കല്ലിനരികിലെ നടവഴിയിൽ വെച്ച് എന്റെ മിനിയെ പാമ്പ് കടിച്ചു. സന്ധ്യയ്ക്ക് ഈ കൈകളിൽ കിടന്ന് അവൾ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ഒരിടം വിട്ട് ഒരിടത്തേക്ക് ഓടി ഓടി അവസാനം കിടക്കുക. എന്നാൽ ഇന്ന് മീരയുടെ പാട്ട് ടീച്ചറെ കണ്ടപ്പോ എന്റെ മിനി ചിതയെന്ന് ചാമ്പലം തട്ടി എണീറ്റ് വന്ന് മുന്നിൽ നിന്നാണെന്ന് തോന്നിപ്പോയി. എനിക്ക് ഭ്രാന്ത് പിടിക്കും തമാശ പിടിക്കും. ഇത്രയും കേട്ടപ്പോ അവളുടെ കഥ ഞാനും പറഞ്ഞു. രണ്ടും ഒരേ തുണിയിലാണെന്ന സത്യം സുഗതൻ എങ്ങനെ എടുത്തു വന്നു?
ആഹാ സുഗതന് ഞാൻ പോവാ തോമാച്ച. താനകത്തുവാ ഇരിക്കെ. ഇനി പറ എങ്ങോട്ട് പോകുന്നു? എനിക്കറിയില്ല. ട്രാൻസ്ഫർ കിട്ടുമെന്ന് നോക്കണം. പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോലി വേണ്ടെന്ന് വെക്കണം. എടാ ചെറ്റ സുഖപ്പാ, താൻ എന്നെ പഴയ ഓസുമാച്ചാന്ന് വിളിച്ചു. ആ ഒരു ഇക്വേഷൻ വന്നാലേ തന്നെ ഉറക്ക 4 തെറി പറയാൻ കഴിയുള്ളൂ. തന്റെ ഈ സെന്റിമെന്റ്സും മണ്ണാങ്കട്ടയൊന്നും മറ്റാർക്കും ഇല്ലെന്നാണ് കരുതിയത്. തനിക്കേ ഹൃദയമുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ അതിന്റെ സ്ഥാനത്ത് കരിങ്കല്ലാന്നാ വിചാരം. എന്നാലും എല്ലാത്തിനും അതിര് വേണോടൂ. ഓർക്കേണ്ടത് ഓർക്കാൻ കഴിയണം, മറക്കേണ്ടത് മറക്കാൻ കഴിയണം. തന്റെ ഈ സെന്റിമെന്റ്സും കൊണ്ട് നടന്നാലേ തനിക്ക് ജീവിക്കാൻ നേരമില്ലാണ്ടാവും. താൻ എവിടെയും പോകാൻ പോണില്ല. ഞാൻ പറയണതും തട്ടിക്കളഞ്ഞ് ഉള്ള ജോലിയും വലിച്ചെറിഞ്ഞ് താൻ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് ഈ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അത് നളിനി വന്നതിന് ശേഷം. തന്റെ ഹൃദയസ്തംഭനവും നേരിലൊന്ന് കണ്ടു കളയാ. എടാ നീ ഒരുമാതിരി സാഡിസ്റ്റിക്. ഒരു സ്റ്റിക്കും ഇല്ല. നമുക്ക് ആ പണ്ടത്തെ സെറ്റ് ഒന്ന് പിടിച്ചാലോ?